കേരളത്തിൽ ജീവിക്കുന്ന ഒരു പൗരൻ എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ രാജ്യത്തുള്ള ഒരു പൗരൻ എന്നുള്ള നിലയിൽ ഒരുപാട് സാമൂഹ്യ വിഷയങ്ങളെ ശ്രദ്ധിക്കേണ്ടി വരുന്നു. പ്രത്യേകിച്ച് ഇപ്പോൾ ചാനൽ ചെയ്യുമ്പോൾ ഗൗരവമായി ഇതൊക്കെ കാണേണ്ടി വരുന്നു. കേരളത്തിലെ വളരെ പ്രമുഖനായിട്ടുള്ള മാർസിയൻ ബുദ്ധിജീവി, അദ്ദേഹം ഡോക്ടറേറ്റ് ഉള്ള ആളാണ്, സാമ്പത്തിക ശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് ഉള്ള ആളാണ്. അദ്ദേഹം നിരവധി തവണ MLA ആയിരുന്നു, ധനകാര്യമന്ത്രിയായിരുന്നു. ഇപ്പോഴും വളരെ സജീവമായി കേരളത്തിന്റെ ദൈക്ഷണിക മണ്ഡലത്തിൽ വളരെ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വമാണ് ഡോക്ടർ തോമസ് ഐസക്. ഞാൻ ഇത്രയും ആമുഖം പറഞ്ഞത് ഇനി പറയാൻ പോകുന്ന കാര്യത്തിൽ അദ്ദേഹത്തോടുള്ള 100% വിയോജിപ്പുകൾ പറയാനാണ് ഞാനിത് പറഞ്ഞത്. തൊഴിലു തേടി തൊലിയുരിഞ്ഞ കാലുമായി പോരുവിൻ സഹാക്കളെ ചേരുകി പ്രവാഹത്തിൽ എന്നൊരു മുദ്രാവാക്യം ഞാൻ വിളിച്ചിട്ടുണ്ട്. കിലോമീറ്ററുകളോളം കാൽനടയായി നടന്ന് ചെരുപ്പിട്ടും ചെരുപ്പിടാതെയൊക്കെ നടന്ന് പൊതിച്ചോറ് കഴിച്ചും കഞ്ഞി കുടിച്ചുമൊക്കെ ഇങ്ങനെ ഒരു മുദ്രാവാക്യം വിളിച്ചിട്ടുണ്ട്. തൊഴിലു തേടി തൊലിയുരിഞ്ഞ കാലുമായി പോരുവിൻ സഖാക്കളെ ചേരുകി പ്രവാഹത്തിൽ. 90കളിൽ 80കളിൽ കേരളത്തിൽ മുഴങ്ങിയ ഒരു മുദ്രാവാക്യമാണ്. ആ മുദ്രാവാക്യം മുടങ്ങുമ്പോൾ കേരളത്തിൽ തൊഴിലുമില്ല, ഒന്നുമില്ല. ഇതിന് ഒരു ഫ്ലാഷ് ബാക്ക് കൂടെ പോയിട്ട് ഞാൻ അവിടേക്ക് വരാം. സ്വതന്ത്ര കേരളമായി അല്ലെങ്കിൽ കേരളത്തിൽ സ്വാതന്ത്ര്യം കിട്ടിയ അല്ലെങ്കിൽ കേരള സംസ്ഥാനം രൂപീകരിച്ച വന്നത്ത് അന്ന് കേട്ടൊരു മുദ്രാവാക്യമാണ് അരിയെവിടെ തുണിയെവിടെ പണിയെവിടെ സർക്കാരെ. അരിയെവിടെ തുണിയെവിടെ പണിയെവിടെ സർക്കാരെ. അരിയുമില്ല തുണിയുമില്ല പണിയുമില്ല സർക്കാരെ എന്ന് പറഞ്ഞ് വലിയ മുദ്രാവാക്യം മുഴക്കിയ വലിയൊരു ജനവിഭാഗം അന്നുണ്ടായിരുന്നു. അന്ന് പട്ടിണി പാവങ്ങളായിരുന്നെങ്കിൽ 90കളായപ്പോൾ വിളിച്ചത് യുവാക്കളും യുവതികളുമാണ്. തൊഴിൽ തേടി തൊഴിൽ. ഈ രണ്ട് മുദ്രാവാക്യവും കേരള സമൂഹത്തിൽ ഉണ്ടായിരുന്നു. അരി എവിടെ തുണി എവിടെ മക്കളെ എന്ന് ചോദിച്ചതിന് കുറേ പരിഹാരമുണ്ടായി. പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റവും റേഷൻ കടകളും ഒക്കെ വന്ന് കുറേ അധികം കാര്യങ്ങളിലേക്ക് മുമ്പോട്ട് പോയി. അപ്പോഴും പണി എവിടെ എന്ന് ചോദിച്ചത് പണി കൊടുത്തില്ല. ഉള്ള ഫാക്ടറികൾ, മാവൂർ ഫാക്ടറി അടക്കമുള്ള ഉള്ള ഫാക്ടറികൾ എല്ലാം പൂട്ടി വന്ന കഥയാണ് പിന്നെ ഉണ്ടായത് കേരളത്തിൽ. ഒരു ഫാക്ടറിയും പൂട്ടിയെന്ന് എല്ലാ ഫാക്ടറിയും പുതിയതായിട്ട് പൂട്ടിയെന്ന് ഉള്ളതെല്ലാം പൂട്ടിയെന്ന് മാത്രമല്ല പുതിയൊരു ഫാക്ടറിയും തുടങ്ങിയില്ല. കാർഷിക മേഖലയിൽ യന്ത്രവൽക്കരണത്തിന് സമ്മതിച്ചില്ല. അവിടെ കൃഷി മെതിയന്ത്രവും അതുപോലുള്ള എല്ലാ വിതയ്ക്കാനും കൊയ്യാനും എല്ലാം യന്ത്രമുണ്ട് ആ കാലഘട്ടത്തിൽ. ഇപ്പോൾ അത് സാർവത്രികമാണ്, നമ്മളിപ്പോഴും സാർവത്രികമാക്കിയിട്ടില്ല. അതൊന്നും നമ്മൾ സമ്മതിച്ചില്ല. നമ്മൾ മാസ് പ്രൊഡക്ഷൻ എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളെ വോട്ട് ബാങ്കാക്കി കൂടെ നിർത്തി. കരയുന്ന കുഞ്ഞിന് ബിരിയാണിക്ക് വേണ്ടിയും ചോറിന് വേണ്ടിയും ബറോട്ടയ്ക്ക് വേണ്ടിയും അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങൾ പറഞ്ഞ് കരയുന്ന കുഞ്ഞിന് മുട്ടായി കൊടുത്ത് ഉറക്കും. നമ്മൾ മുട്ടായി കൊടുക്കുമ്പോൾ ഒരു മധുരമുണ്ട്, അതിനകത്ത് 10 പൈസയുടെ ഒരു മുട്ടായി കൊടുക്കുമ്പോൾ അതിലൊരു മധുരമുണ്ട്. അപ്പൊ കുട്ടി ഉറങ്ങുമ്പോൾ കുട്ടിയുടെ മനസ്സിലൊരു ചിന്ത വരും, ഇനി അച്ഛന് അപ്പൂപ്പൻ അല്ലെങ്കിൽ ആരായാലും ബന്ധപ്പെട്ട ആരായാലും മുട്ടായി തന്ന ആൾ അടുത്ത നിമിഷം കേക്ക് വാങ്ങിച്ചു തരും, പിന്നെ ഐസ്ക്രീം വാങ്ങിച്ചു തരും, പിന്നെ ബിരിയാണി എല്ലാം ബിറാണിയൊക്കെ വാങ്ങിച്ചു തരും എന്നുള്ള ചിന്ത വരും. എന്തായാലും അങ്ങനെ നമ്മൾ മുട്ടായി കൊടുത്ത് ആളുകളെ മയക്കി. എങ്ങനെയാണ് മയക്കിയത്? കയറ്, കൈത്തറി, കശുവണ്ടി തുടങ്ങിയ സകല മേഖലകളിലും ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ ജോലി ചെയ്യുന്നു. അതുപോലെ ബീഡി തൊഴിലാളികൾ, കണ്ണൂരിലെ ബീഡി തൊഴിലാളികൾ, ഇങ്ങനെയുള്ള ആളുകൾക്കെല്ലാം തൊഴിലിനെ മഹത്വവൽക്കരിച്ച് തൊഴിലിനെ ആധുനികവൽക്കരിച്ച് പ്രൊഫഷണലിസം കൊണ്ടുവന്ന് തൊഴിലിൽ തന്നെ നിർത്തുന്നതിനും ഒരുപാട് അതിനെ മൂല്യവർദ്ധിത വസ്തുക്കളാക്കി മാറ്റുന്നതിനും അസംസ്കൃത പദാർത്ഥങ്ങൾ മാത്രം ഇവിടെ നിന്ന് കയറ്റി അയക്കുന്ന രീതി മാറ്റി അതിനെ ഇപ്പൊ കശുവണ്ടി ആയാലും റബ്ബർ വന്നപ്പോൾ അതിനെ സ്ഥിതി ഇതിനെയൊക്കെ മൂല്യവർദ്ധിത വസ്തുക്കളാക്കി മാറ്റാതെ കുരുമുളക് ഉൾപ്പെടെയുള്ള ഏലം ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ ഇഞ്ചി ഉൾപ്പെടെയുള്ളതിനെ അങ്ങനെ മൂല്യവർദ്ധിത വസ്തുക്കളാക്കി മാറ്റി ചെറുകിട തൊഴിൽ സംരംഭങ്ങൾ കൊണ്ട് തൊഴിൽ കൊടുക്കുന്നതിന് പകരം ആളുകളെ സംഘടിപ്പിച്ച് അവരെ കൊണ്ട് ഡിമാൻഡ് വയ്പ്പിച്ച് അവരിൽ ഡിമാൻഡ് കുത്തിവയ്പ്പിച്ച് പെൻഷൻ. അപ്പൊ ഞാൻ കുട്ടിക്ക് മുട്ടായി കൊടുക്കുന്നത് പോലെ പെൻഷൻ കിട്ടിയാൽ ഒരു 60 വയസ്സ് വരെ കാത്തിരിക്കാം. 60 വയസ്സിന് കിട്ടുന്ന ചെറിയ പെൻഷന് വേണ്ടി തൊഴിലില്ലായ്മ PSC ജോലി ഇല്ലെങ്കിലും തൊഴിലില്ലായ്മ വേതനം മതി. ഇങ്ങനെ ഒരു വേറൊരു സംസ്കാരത്തിലേക്ക് കേരളത്തിലെ ജനങ്ങളെ കൊണ്ടുപോയി അവസാനം തൊഴിലുമില്ല, അരിയുമില്ല, തുണിയുമില്ല എന്നുള്ളൊരു സ്ഥിതിയിലേക്കൊക്കെ പോയി. എന്നാൽ 90കൾക്ക് ശേഷം എന്തുകൊണ്ട് 80കൾ കഴിഞ്ഞപ്പോൾ തന്നെ എന്തുകൊണ്ട് തൊഴിൽ തേടി തൊലിയുരിഞ്ഞ് ഇവിടെ ആളുകൾ നടക്കുന്നില്ല എന്ന് ചോദിച്ചാൽ വിദേശ രാജ്യങ്ങൾ തുറന്നു തന്ന സാധ്യതകൾ, അമേരിക്കയിലേക്ക് കാനഡയിലേക്ക് ജർമ്മനിയിലേക്ക് പോയ നഴ്സുമാരുടെ മൈഗ്രേഷൻ, പിന്നെ അങ്ങോട്ടുള്ള കുടിയേറ്റം, വിദേശ രാജ്യങ്ങൾ എസ്പെഷ്യലി ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള കേരളീയരുടെ യുവാക്കളുടെയും യുവതികളുടെയും വലിയ കുടിയേറ്റം അങ്ങോട്ടേക്കുണ്ടായി. അവർ അങ്ങോട്ടേക്ക് പോയി. കുടിയേറ്റം സ്ഥിരമല്ല, അവരവിടെ ജോലിക്ക് പോയി. അതോടുകൂടി കേരളത്തിന്റെ സ്വഭാവം മാറി. അപ്പോഴും പെൻഷൻ കിട്ടുന്ന കുറെ ആളുകൾ ഇവിടെയുണ്ട്. അവർക്ക് പെൻഷൻ കൊടുത്തുകൊണ്ട് വോട്ട് ബാങ്ക് രാഷ്ട്രീയമാക്കി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നതിന്റെ പരീക്ഷണശാലിയായിരുന്നു കേരളം.
10,000 രൂപ ഇപ്പോൾ ബീഹാറിൽ കൊടുക്കുന്നതുമായി ബന്ധപ്പെടുത്തിയും അവിടുത്തെ മറ്റ് സ്റ്റേറ്റുകളിൽ ഈ ഡോൾ രാഷ്ട്രീയം അല്ലെങ്കിൽ ഗിഫ്റ്റ് രാഷ്ട്രീയം നടപ്പിലാക്കുന്നതിനെ കുറിച്ച് വലിയ വ്യാപകമായ ആക്ഷേപം പറയുമ്പോൾ കേരളത്തിൽ നമ്മൾ 57 മുതൽ 2025 വരെ പരീക്ഷിച്ചതാണ് ഈ ഗിഫ്റ്റ് രാഷ്ട്രീയം. എന്താണ് ഗിഫ്റ്റ് രാഷ്ട്രീയം? ഞാൻ പറഞ്ഞതുപോലെ പാവപ്പെട്ട ആളുകൾക്ക് തൊഴിലുണ്ടാക്കി കൊടുക്കുന്നതിന് പകരം, പാർപ്പിടം ഉണ്ടാക്കി കൊടുക്കുന്നതിന് പകരം അവരെ ക്ഷേമനിധി ബോർഡുകൾ ഉണ്ടാക്കുക, ക്ഷേമനിധിയിൽ പൈസ അടപ്പിക്കുക, ഇങ്ങനെ. അതായത് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടുന്ന ഉൽപാദന മേഖലയിലോ സേവന മേഖലയിലോ പശ്ചാത്തല മേഖലയിലോ വികസനം ഉണ്ടാക്കുന്നതിന് പകരം ആളുകളിൽ ഒരു മോഹവലയം ഉണ്ടാക്കി മാസിനെ സംഘടിപ്പിച്ച് അവരെ കൊണ്ട് ഡിമാൻഡ് വയ്പ്പിച്ച് അവർക്ക് നാമമാത്രമായ തുക കൊടുത്തുകൊണ്ട് അതാണ് വികസനം എന്ന് പറയുന്ന പുതിയൊരു കൾച്ചർ ഡെവലപ്പ് ചെയ്യുകയും, ഞാൻ നേരത്തെ പറഞ്ഞു, വളരെ വലിയ സമരം ചെയ്യുന്നവർ അല്ലെ കരഞ്ഞുകൊണ്ടിരുന്ന കുട്ടിക്ക് മുട്ടായി കിട്ടിയപ്പോൾ കരച്ചിൽ നിർത്തിയതുപോലെ ഇങ്ങനെ സംഘടിതമായി വന്ന ആളുകൾ ഈ ചെറിയ ചെറിയ പെൻഷനും അതും കിട്ടുമ്പോൾ അത് കൂട്ടിക്കിട്ടും, സർക്കാർ തന്നതില്ലേ. പിന്നെ ഇതിനകത്തൊരു പ്രശ്നമുണ്ട്, കുട്ടിക്ക് മുട്ടായി ഫ്രീ ആയിട്ടാണ് കൊടുത്തത്, അതുപോലെ ഇത് ഫ്രീ കിട്ടുന്നതല്ലേ, അപ്പൊ അത് കുറച്ച് ആദ്യം കിട്ടിയാൽ മതി പിന്നെ കിട്ടും എന്നുള്ളൊരു മോഹ വലയത്തിൽ, ഒരു പെൻഷൻ വലയത്തിൽ കേരളം വീണുപോയി. അങ്ങനെ വീഴ്ത്തിയെടുക്കുന്നതിൽ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ ശക്തമായി വിജയിച്ചു. അതുകൊണ്ട് തന്നെ പെൻഷനിൽ മുറിവേറ്റ ഒരു സമൂഹമാണ്. ഇന്നിപ്പോ നോക്കൂ എന്തുമാത്രം അസംതൃപ്തിയാണ്, എന്തുമാത്രം അസമത്വമാണ് നടക്കുന്നത്. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോകാം. നമുക്കിപ്പോ അംഗനവാടി ഹെൽപ്പർമാർക്ക് 1,500 രൂപയാണ് പെൻഷൻ, പക്ഷെ സാമൂഹ്യ പെൻഷൻ 2,000 ഉണ്ട്. അത് അവർക്ക് വാങ്ങാൻ പറ്റില്ല, കാരണം അവർക്ക് ഇത് വാങ്ങുന്നത് കൊണ്ട്. അതുപോലെ തന്നെ 2,500 രൂപയാണ് വർക്കർമാരുടെ പെൻഷൻ. ഒരുപാട് പങ്കാളിത്ത പെൻഷൻകാരുടെ പെൻഷൻ എത്രയാണ്? 2,500 രൂപയും 10,000 രൂപയ്ക്ക്, എന്തായാലും 10,000 രൂപയ്ക്ക് താഴെയാണ്. അങ്ങനെ പിന്നെ ക്ഷേമനിധി ബോർഡുകൾ എത്രയോ ക്ഷേമനിധി ബോർഡുകളാണ് ജനങ്ങൾക്ക് ആയിരക്കണക്കിന് രൂപ എത്രയോ മാസത്തത് കൊടുക്കാനുണ്ടത്. എന്നാലും നമ്മളൊരു ഒരു പെൻഷനുകൾ കൊടുത്തുകൊണ്ട് ഇങ്ങനെ ഒരു ക്ഷേമം എന്നുള്ള ഒരു കൺസെപ്റ്റിൽ ജനങ്ങളെ മോഹവലയത്തിൽ നിർത്താൻ മലയാളി ശക്തമായി പഠിച്ചു. അതിൽ നമ്മുടെ സമൂഹം വീണു. ഞങ്ങൾക്ക് പെൻഷൻ അല്ല വേണ്ടത്, തൊഴിലാണ് വേണ്ടത്, തൊഴിലില്ലായ്മ വേതനമല്ല വേണ്ടത്, തൊഴിലാണ് വേണ്ടതെന്ന് യുവാക്കൾക്ക് പറയാൻ കഴിഞ്ഞില്ല. തൊഴിൽ തേടുന്നവർക്ക് തൊഴിലായ വേതനം കൊടുത്തോടുകൂടി ഹാപ്പിയായി അവർ. പിന്നെ യുവാക്കളുടെ സമരമില്ല, ഒന്നുമില്ല. ജോലി ചോദിച്ചവർക്ക് പെൻഷൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർ ഹാപ്പിയാണ്. അല്ലെങ്കിൽ അതാണ് കിറ്റിന്റെ രാഷ്ട്രീയം, അതാണ് പെൻഷന്റെ രാഷ്ട്രീയം. ആ രാഷ്ട്രീയം വളരെ ശക്തമായി കേരളത്തിൽ നമ്മൾ വിജയിപ്പിച്ചെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് മാസിനെ അട്രാക്ട് ചെയ്യുന്ന ഗിഫ്റ്റുകൾ കൊടുത്തുകൊണ്ട്, നാമമാത്രമായ തുക കൊടുത്തുകൊണ്ട് ഒരു രാജ്യത്തെ ജനങ്ങളെ എങ്ങനെ മോഹിപ്പിച്ച് നിർത്താം എന്നുള്ളതിന്റെ വിളനിലമായിരുന്നു, പരീക്ഷണശാലിയായിരുന്നു കേരളം. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഈ പെൻഷൻ കൊണ്ടാണ് കേരളത്തിന് ഒരു മുറിവേറ്റത്. പക്ഷെ ഇതിന് മാറ്റം വന്നത് ഗൾഫ് രാജ്യങ്ങളിലേക്ക് യുവാക്കളും ആളുകളും ഒക്കെ പോയി അവർ അയക്കുന്ന 1,00,000 കോടി രൂപ ഇവിടെ വന്നപ്പോൾ അതുണ്ടാക്കിയ ഒരു ബൂമുണ്ട് ഇവിടെ കേരളത്തിന്. അതുണ്ടാക്കിയ ഒരു സമ്പദ്ഘടനയുണ്ട്, ഒരു സമാന്തര സമ്പദ്ഘടന ഇവിടെ ഉണ്ടാക്കി. ആ സമ്പദ്ഘടനയുടെ പളപളപ്പിൽ നമ്മൾ നിന്നുകൊണ്ട് ഇവിടുത്തെ ആളുകളുടെ ഉൽപാദനക്ഷമതയെ അല്ലെങ്കിൽ ഉൽപാദകരാക്കി മാറ്റാനുള്ള ആ കഴിവിനെ നശിപ്പിച്ചുകൊണ്ട് ഇവിടെ ഒരു ഫാക്ടറിയിൽ രാവിലെ ആളുകൾ പോകുന്നില്ല, ഇവിടെ പാടത്ത് ഞാൻ ഈ പറയുന്ന രീതിയിലുള്ള പ്രൊഫഷണലിസത്തിൽ ആരും പോകുന്നില്ല, സാങ്കേതിക രീതികളൊന്നും ഉപയോഗിക്കാതെ തന്നെ നമ്മൾ വളർന്ന് പന്തളിച്ച് നിന്നിട്ട് ഇപ്പോൾ കുറെ പെൻഷനുകൾ പല രൂപത്തിൽ പലർക്കുമൊക്കെ കൊടുത്ത് വീട്ടമ്മയ്ക്കൊക്കെ കൊടുത്തിട്ട് ഇതാണ് മാതൃക എന്ന് പറയുമ്പോൾ പെൻഷൻ കൊണ്ട് മുറിവേറ്റ ഒരു സമൂഹമായി നമ്മൾ നിൽക്കുന്നു. കേരളമാണ് ഗിഫ്റ്റ് രാഷ്ട്രീയത്തിന്റെയും വെൽഫെയർ രാഷ്ട്രീയത്തിന്റെ മറ്റൊരു മുഖം കാണിക്കുകയും ഒരു പ്രൊഡക്റ്റീവായിട്ടുള്ള ഒരു രാഷ്ട്രീയത്തിന്റെ അല്ലെങ്കിൽ ഉൽപാദനാധിഷ്ഠിതമായ ഒരു സമൂഹം ഉണ്ടാക്കിയെടുക്കാതെ നമ്മൾ മുന്നോട്ട് പോയി. ഭാഗ്യം നമുക്ക് അനുകൂലമായത് ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് വരുന്ന, വിദേശ രാജ്യങ്ങളിൽ നിന്ന് 1,00,000 കോടി രൂപയാണ്. അതില്ലായിരുന്നെങ്കിൽ ചിത്രമാകെ മാറുമായിരുന്നു.